സ്റ്റാർട്ടിങ്ങിലൊക്കെ ലവ് ജിഹാദ് അങ്ങനത്തെ കുറച്ചൊക്കെ സീനായിരുന്നു. ഞങ്ങളൊന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കാൻ ഒരു ലോക്കൽ പെട്ടെന്ന് വന്നിട്ട് ഇന്നൊരു അടി അടിച്ച്. എന്തിനാന്നറിയില്ല, അഞ്ച് വിചാരം എന്താന്നാ കമന്റ് ഇട്ടേ. പിന്നെ അയാൾ കമന്റ് ഒക്കെ ഓഫ് ആക്കി പേടിച്ചിട്ട്. ഹായ് മന്യ, ഞാൻ എന്നെ കോളേജിൽ നിന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് എന്നെ കണ്ടപ്പോ ലൈക്കായി. അപ്പോ ഞാൻ എന്റെ ഇഷ്ടം എന്നോട് പറയണേ. ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ആറ്റിറ്റ്യൂഡ് പേഴ്സണാണ് നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക് ഇഷ്ടം. ഇല്ല, അന്നേരം എനിക്ക് അത്ര വലിയ മാത്രം ഇങ്ങനെ ഓവറാക്കണം. ബാക്കി ആൾക്കാരൊക്കെ ലൈക്ക് നോർമലായി സംസാരിക്കും. എന്റെ കൂട്ടത്തിൽ എല്ലാവരും റിക്വസ്റ്റ് അയച്ചു, ആ മാത്രം അയച്ചില്ല. സ്റ്റാർട്ടിങ്ങിൽ ചെക്കൻ മെസ്സേജ് ചെയ്യുന്നു, ഫുള്ള് കമന്റ് എന്താ പറയാ ഹറാമി അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മ കണ്ടിട്ട് നേരെ ഓർക്ക് മെസ്സേജ് എന്തിനാ എന്തെങ്കിലും ഇങ്ങനെ കമന്റ് ഇടുന്ന പറഞ്ഞിട്ട് ഉമ്മ ഫുള്ള് സീനാക്കി ഓർക്ക് മെസ്സേജ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് എന്തിനെ ബേസ് ചെയ്തിട്ട് തന്നെ ലൈക്ക് ഇവൻ കൺവേർട്ട് ചെയ്തു, അങ്ങനെ ഇവൻ ഇതുവരെ ഫോഴ്സ് ചെയ്തിട്ടോ അങ്ങനത്തെ. ഇപ്പൊ ലവ് ജിഹാദ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? പറഞ്ഞാലും കാര്യമില്ല, അവരിങ്ങനെ ഇട്ടോണ്ടേ. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ചക്കംപക്കത്തിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് ചക്കംപക്കത്തിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് നല്ല നല്ല ക്യൂട്ട് വീഡിയോസ് നമുക്ക് സമ്മാനിക്കുന്ന രണ്ട് പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു അമന്യ ആൻഡ് നാജു. നമസ്കാരം. അപ്പം ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ആണ്. പക്ഷെ നിങ്ങളുടെ വീഡിയോസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു ചിരിയ വരുന്നത്. ശരിക്കും ഒരു ക്യൂട്ട്, നിങ്ങളുടെ വീഡിയോസ് പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ക്യൂട്ട് സ്മൈലാണ് വരുന്നത്. അപ്പൊ ആരുടെ ഐഡിയ ആണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യാം എന്നുള്ളത്? സ്റ്റാർട്ടിങ് ഇവനാണ് തുടങ്ങിയത്. നമ്മള് എല്ലാ വീഡിയോസും ഇങ്ങനെ എടുത്തു വെക്കായിരുന്നു. അപ്പോ എഡിറ്റിംഗ് ചെറുതായിട്ട് ചെയ്യും. അപ്പൊ ഒരിക്കൽ ഫസ്റ്റ് ആയിട്ട് ഇട്ടത് ഒരു വീഡിയോ, അത് ഫസ്റ്റ് തന്നെ റീച്ചായി. പിന്നെ അതിന്റെ ഒരു ആവേശം കയറി. അപ്പൊ നമ്മള് ഇപ്പം രാജു ആണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു അമന്യന്റെ അക്കൗണ്ടിലാണ് വീഡിയോസ് ഇടുന്നതല്ലേ. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പൊ ഞാൻ ചെക്കന്റെ പേരെന്താണ് നമ്മൾ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പൊ അതിനകത്ത് മെൻഷനോ ടാഗോ ഒന്നും കാണുന്നില്ല. അതെന്താണ്? അങ്ങനെ വെക്കണ്ടെന്ന് വിചാരിച്ചു. ആണോ? ഇപ്പൊ രണ്ടായാലും എന്റെ അക്കൗണ്ടായാലും ഓൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഓൾ അക്കൗണ്ടായാലും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. രണ്ടാളും അങ്ങനെ ഷെയറിംഗ് ആണ്. പിന്നെ അതിന്റെ ആവശ്യമില്ല വിചാരിച്ചു. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പഴയ മലയാളം സോങ്സ് അല്ലെങ്കിൽ എന്താ പറയാ നല്ല നല്ല മലയാളം പണ്ടത്തെ സോങ്സ് ആണ് നിങ്ങൾ കൂടുതൽ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അതെന്താണ് അങ്ങനെ? അതിപ്പോ എല്ലാരും ഓൺ വോയിസ് ഒക്കെയാണ് ചെയ്യണേ. നമ്മളൊരു വെറൈറ്റി അതൊരു പുത്തനാണോ? അല്ല, എല്ലാരും ഇപ്പൊ അങ്ങനെ ചെയ്യണേ. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കണ്ട് ആ ഒരു ഇതില് ചെയ്താ പിന്നെ അങ്ങനെ ഇഷ്ടായി. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ എല്ലാരും അതന്നെ അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു. നമ്മളെ അറിയണ ഫ്രണ്ട്സും എല്ലാരും അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു. പിന്നെ അങ്ങനെ. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് ഇപ്പം അത്യാവശ്യം എല്ലാവരും കണ്ടു. മിക്കവരും നിങ്ങൾ ഭയങ്കര ഫെമിലിയർ ആണ്. ഇപ്പൊ നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്? ഏറ്റവും കൂടുതൽ മെസ്സേജ് തരുന്ന ആർക്കാണ്? വരുന്നുണ്ട്. ഇവരെന്താ പറയുന്നേ? എന്താ ലൈക്ക് മോസ്റ്റ്ലി ലവ് സ്റ്റോറി പറ, ലൈക്ക് എങ്ങനെ ഇതാക്കി, പിന്നെ പാരന്റ്സിനെ എങ്ങനെ കൺവിൻസ് ചെയ്തു, ഇതാണ് എല്ലാരും ചോദിക്കുന്നത് അല്ലെ. അപ്പം നിങ്ങളുടെ ലവ് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ആരാ തുടങ്ങുന്നേ? രാജു തുടങ്ങോ? അവിടുത്തെ തുടക്കോ? ആണോ? കേക്കട്ടെ. കോളേജിന്ന് സ്റ്റാർട്ടിങ് ഒക്കെ അപ്പം സീനിയേഴ്സ് കൂടുതൽ ഉണ്ടാവാം, ജൂനിയേഴ്സ് ഭയങ്കര കുറവായിരുന്നു നമ്മളെ ബാച്ച്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവിടെ പോയ ടൈം എനിക്കങ്ങനെ ആരും അറിയുന്നുണ്ടല്ലോ, ആ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇവർക്കൊരു എന്താ പറയാ ഒരു ടീം തന്നെ ഉണ്ട് അവിടെ, കൊത്തക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ കൊത്തക മറ്റേ റോക്ക് ബോയ്സ്, ഫ്രീക്ക് ബോയ്സ് എന്നൊക്കെ പറയണം. അപ്പൊ ലൈക്ക് അവര് ടീമിലുള്ളതാ. അപ്പൊ അങ്ങനെ കണ്ടുകൂട്ടി. പിന്നെ ഒടുക്കത്തെ ജാടായിരുന്നു ഭയങ്കരമായിട്ട്. വില്ലൻ വേഷം ഉണ്ടല്ലേ, ആ ഒരു സംഭവമായിരുന്നു. മൈൻഡ് ഒന്നും ആക്കൂല, ഫുൾ ഓവർ ആക്കലാണ്. എന്താ ചെയ്യുന്നേ കുട്ടി? റാഗിംഗ് പോലെ എന്താ പറയാ, ഇവളെ പിന്നാലെ കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ
അത് ഇഷ്ടല്ല. നമ്മളിപ്പോ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേപോലെ ഞാൻ കണ്ടിരുന്നേ. ഞാൻ നല്ല റാഗിങ് കൊടുക്കും. അപ്പൊ അങ്ങനെ എന്തൊക്കെ ചെയ്യിപ്പിക്കുന്ന റാഗിങ്ങില്? എനിക്കാരും മുന്നിൽ പാട്ട് പഠിപ്പിക്കും, അങ്ങനത്തെ കൊറേ. പിന്നെ പിന്നെ കമ്പനി ആവാൻ തുടങ്ങി, ക്ലോസ് ആയി, അങ്ങനെ സെറ്റായി. എങ്ങനെ സെറ്റായി? അല്ല ഓൾക്ക് ഉണ്ടായിരുന്നു, ഉള്ളിലുണ്ടായിരുന്നു ഇഷ്ടണ്ടായിരുന്നു. ഓ 3 മാസം ഇങ്ങനെ പിടിച്ചു നിന്ന്. പിന്നെ ലാസ്റ്റിക്ക് മനസ്സിലായി. പിന്നെ ഒരു ദിവസം അങ്ങനെ പറയുകയും ചെയ്തില്ല, രണ്ടാൾക്കും അങ്ങനെ സെറ്റായി. പിന്നെ ഞങ്ങള് രാത്രി പുറത്തൊക്കെ പോകുമ്പോ, ഞാൻ രാത്രി എന്തായാലും ഒരു 4 മണിയൊക്കെ ആകുമ്പോ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകും. അപ്പൊ ചെക്കന്മാരൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ എന്റെ ഒപ്പം വരലുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ എന്റെ ഒപ്പം ആയി. പിന്നെ ഞാനും വരുമ്പോ ആരും അങ്ങനെ എന്റെ ഒപ്പം കയറ്റലൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ. പിന്നെ വെള്ളം കയറ്റല് കണ്ടപ്പോ ചെക്കന്മാർക്ക് മനസ്സിലായി ഒരു സെറ്റായിന്ന്. വില്ലൻ വേഷം ഇതാണ് ഇഷ്ടപ്പെട്ടെ? ആറ്റിറ്റ്യൂഡ് പേഴ്സണാണ് നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക് ഇഷ്ടം. ഇല്ല അന്നേരം എനിക്ക് അത്ര വലിയ ഇവൻ മാത്രം ഇങ്ങനെ ഓവറാക്കുന്നു. ബാക്കി ആൾക്കാരൊക്കെ ലൈക്ക് നോർമലായി സംസാരിക്കും, പക്ഷെ ഇവൻ മാത്രം എന്നോട് എന്റെ കൂട്ടത്തിൽ എല്ലാരും റിക്വസ്റ്റ് അയച്ചു, ആ മാത്രം അയച്ചില്ല. പിന്നെ ആണെങ്കിൽ ഇവരെ ടീമില് കുറച്ച് പിള്ളേർ എന്റെ ബാക്കത്തിന്റെ ആയിരുന്നു. അപ്പൊ ആ ഇതും കൂടെ ആയപ്പോ അങ്ങനെ. ഇപ്പൊ എത്ര നാളായി? 6 months ആയി. 6 months കഴിഞ്ഞു. 6 months കഴിഞ്ഞു. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് കോഴ്സാ പഠിക്കുന്നത്? ഞാൻ BCA. ബാംഗ്ലൂർ. ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്, നിങ്ങൾ എങ്ങനെ വീട്ടില് ഒബ്വിയസ്ലി ഇപ്പം നമ്മളിപ്പം 2 റിലീജിയൻ ആവുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതുണ്ടാവില്ല, ഇത് എങ്ങനെ സമ്മതിച്ചു എന്നുള്ളത്. അതെങ്ങനെ നിങ്ങൾ എങ്ങനെ വീട്ടിൽ കൺവിൻസ് ചെയ്തേ? കൺവിൻസ് ചെയ്യണമെന്ന് വന്നിട്ടില്ല. അവരിതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, നമ്മളാണ്ട് പറഞ്ഞിട്ടില്ല. അറിയോ? അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ ഇങ്ങോട്ട് വരണായാലും എന്തായാലും അറിയാം. ഞാൻ ഇപ്പൊ ഇവിടെ അവിടേക്ക് പോണായാലും ഇന്ന് എന്റെ അവിടേക്ക് വരണായാലും ഒക്കെ അറിയാം. പക്ഷെ ഇതുവരെ ഒന്നും ചോദിക്കുക അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഫുൾ സപ്പോർട്ടാണ്, ചില്ലാണ്. അപ്പൊ നിങ്ങള് വീഡിയോസ് ഒക്കെ കാണുമ്പോഴും ഒന്നും പറയും അങ്ങനെയൊന്നും? കമന്റ് ഒക്കെ കമന്റ് ഇടോ? സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താ പറയാ, ഇപ്പൊ എന്റെ റിലേറ്റീവ്സ് കുറച്ച് സീനാ. ഉമ്മയുടെ ഫാമിലി കുറച്ച് ഓർത്തോഡക്സ് അങ്ങനത്തെ ഒരു മൂടാ. അപ്പൊ ഒരു ഉമ്മാക്ക് ഇങ്ങനെ വിളിച്ചു വരുമ്പോ ഉമ്മാക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു നെഗും വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഉമ്മ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എന്താ ഇതൊക്കെ നിർത്തിക്കോ, ഫുള്ള് ഇതായി പറഞ്ഞു. പിന്നെ കുറച്ചേരം ഇപ്പൊ വിളിച്ചപ്പോ വിചാരിച്ച് കുറച്ചുകൂടി സീരിയായത്. ഇപ്പൊ വിളിച്ചിട്ട് ഫുള്ള് ഒരു ചിൽ വൈബ്. ഈ ആരും പേടിക്കണേ, ഈ ആരും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, എല്ലാരും കാണിച്ചിട്ടോ, എന്തിനു പേടിക്കണേ, എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ആവുമ്പോ നോക്കാം. ഇമ്മാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കല്യാണത്തിന്റെ ഒരു വ്യത്യാസം അങ്ങോട്ടൊക്കെ ചിന്തിക്കണേ. അപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോ പിന്നെ ഓക്കെ, പിന്നെ നമ്മൾ ഇട്ട് തുടങ്ങി, പിന്നെ സെറ്റായി വീഡിയോസ് ഒക്കെ. പൊതുവെ നമ്മൾ പെൺകുട്ടികളുടെ വീട്ടിലാണല്ലോ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് റൂമിൽ പൂട്ടിയിടുക, അങ്ങനത്തെ ഒരുപാട് സീൻ. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? ഭയങ്കര ലൈക് നോർമലി ലൈക് 12th ഒക്കെ ആ ടൈം പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ബാക്കി പാരന്റ്സ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ തന്നെ ഇവർ പറയും എന്ത് ഭാഗ്യാണ് എനിക്ക് ഇങ്ങനെ ഇവിടെ പഠിക്കും വിടും, ലൈക്ക് അങ്ങനെ ഒന്നും ചോദിക്കൊന്നുമില്ല, വിശ്വാസം. പിന്നെ അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ അവർക്കുള്ള സീനൊന്നും ഉണ്ടായില്ല, ലൈക്ക് ഓക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അച്ഛൻ പെരുന്നാളായപ്പോ ഈദും പാർക്കും അപ്പൊ ആളാ ഒരു വൈബാണ്. അമ്മയായാലും ഇപ്പൊ വരുമ്പോ വിളിക്കും, ഒപ്പാണെങ്കിൽ വിളിക്കും. അങ്ങനെ തീരെ ഫോൺ കൊടുക്കൂല, എവിടെയുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ. അപ്പം നിങ്ങളുടെ വീഡിയോസ് ഇപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചില ആൾക്കാർ അത് ആ ഒരു സെൻസിൽ എടുക്കാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ ചെക്കൻ മെസ്സേജ് ചെയ്തു, ഫുള്ള് കമന്റ് എന്താ പറയാ ഹറാമി അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മ കണ്ടിട്ട് നേരെ ഓർക്ക് മെസ്സേജ് എന്തിനാ എന്തെങ്കിലും ഇങ്ങനെ കമന്റ് ഇടുന്ന പറഞ്ഞിട്ട് ഉമ്മ ഫുള്ള് സീനാക്കി ഓർക്ക് മെസ്സേജ് ഇട്ട്. പിന്നെ ഇട്ടിട്ടില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ലവ് ജിഹാദ് അങ്ങനത്തെ കുറച്ചൊക്കെ സീനായിരുന്നു. അതിന്റെ ഇടയില് എന്താ പറയാ ഞങ്ങള് ഒന്ന് കേറിക്കുക, അപ്പൊ ലവ് ജിഹാദിന്റെ ടൈമാണ്, ഫുള്ള് ഇങ്ങനെ കമന്റ് ഇട്ട് വരെ. ഞങ്ങളൊന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കാൻ. ഞാൻ അല്ലെങ്കിൽ പുറത്ത് പോകാറില്ല, രാത്രി ഞാനും ഇപ്പോഴും പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് റഷാദ് ഉണ്ട്. നിങ്ങളാണ് 3 പേര് ട്രിപ്പിനടിച്ചിട്ട് ബൈക്കിൽ പോവല്ലേ? അപ്പൊ ഞങ്ങളിങ്ങനെ പോവായിരുന്നു. അപ്പൊ ഒരു ലോക്കൽ പെട്ടെന്ന് വന്നിട്ട് ഇന്നൊരു അടി അടിച്ച്, എന്തിനാന്നറിയില്ല, എന്റെ വിചാരം എന്താന്നാ കമന്റ് ഇട്ടേരാ. പിന്നെ അയാൾ കമന്റ് ഒക്കെ ഓഫാക്കി പേടിച്ചിട്ട്. എന്തിനാ അടിച്ചെന്ന് അറിയില്ല, വെറുതെ ഒന്ന് അടിച്ചു പോയി. അതവിടെ ഭയങ്കര വില്ലൻ ക്യാരക്ടർ ആണ്, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ടഫ്. ഇവള് വരുന്നായിട്ട് മുന്നേ പറഞ്ഞ ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു. ഒന്ന് കഴിഞ്ഞൊന്ന് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇപ്പൊ എനിക്ക് എന്തെങ്കിലും
വള്ളി കിട്ടിയാൽ ഇവൾക്കും ബാധിക്കും. അപ്പൊ പിന്നെ ഞാൻ നിർത്തി. പിന്നെ ഞാൻ നിന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാ വരുന്നേ? തന്നെ ലൈക്ക് ഇവൻ കൺവേർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ പറയുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഇവൻ ഇതുവരെ ഫോഴ്സ് ചെയ്തിട്ടോ അങ്ങനത്തെ അല്ല, പൊതുവെ നിങ്ങള് ലൈക്ക് ഓൺ വോയിസ് വീഡിയോസ് അങ്ങനെ ചെയ്യലില്ലല്ലോ. അപ്പം നിങ്ങൾ എന്താണെന്ന് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ ലവ് ജിഹാദ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇതിപ്പോ എന്താ പറയാ, അവരിപ്പോ പറഞ്ഞാലും കാര്യമില്ല, അവരിങ്ങനെ ഇട്ടോണ്ടേ. നമുക്ക് റീച്ച് ആണല്ലോ. അപ്പം ഇപ്പം 6 months ആയി നിങ്ങൾ റിലേഷൻ ആയിട്ട്. എന്താണ് നാജുന്, എന്താണ് അമന്യേനെ ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ ക്വാളിറ്റി എന്തായിരിക്കും? പാവാണ്, ഒരു പൊട്ടത്തിയാണ്. അതൊക്കെ തന്നെ. പിന്നെ എന്താ പറയാ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒപ്പം നിൽക്കും. ഇപ്പൊ ഞാൻ എവിടേക്ക് പോകണെങ്കിലും ഇപ്പൊ ചില ഗേൾസ് ഉണ്ട്, ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകരുത്, ഇതങ്ങനല്ല. ഇപ്പൊ ഞാൻ പോവാണെന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പം വരും. ഏത് ഫ്രണ്ട്സ് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് പറയുമ്പോ എനിക്ക് ഭയങ്കര കാര്യമാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല ഫ്രണ്ട്സിനൊന്നും പറയരുത്, ഇന്നെ പറഞ്ഞു ഫ്രണ്ട്സിനൊന്നും പറയരുത്. അപ്പൊ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്. അമന്യക്കോ എന്താണ് നാജുവിനെ ഇഷ്ടപ്പെടാൻ? കൊറേ ഉണ്ടല്ലോ, എന്റെ ഫേസ്, എന്റെ ബോഡി, കാര്യമായിട്ട് എന്താ എല്ലാം കൊണ്ടും. എന്നാലും ഫസ്റ്റ് എന്താ നോട്ട് ചെയ്തേ നാജുവിനെ കണ്ടപ്പോ? ആറ്റിറ്റ്യൂഡ് ഒക്കെ പക്ഷെ ഭയങ്കര കെയറിങ്ങാ. ലൈക്ക് ഇപ്പൊ എന്ത് ചെറിയ ഇപ്പൊ എനിക്ക് ഇപ്പൊ അടുത്ത് ചിക്കൻ ബോക്സ് വന്നു. അപ്പൊ വീട്ടിലൊന്നും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായില്ല. ഇവൻ പറഞ്ഞു ലൈക്ക് ഞാൻ നോക്കിക്കോളാം, പറയണ്ട. ഇനി വീട്ടിലായിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് ഒന്നും ഇടൽ നടക്കൂലല്ലോ. രണ്ടാളും വേറെ വേറെ നിൽക്കേണ്ടി വരും. ഓൾമോസ്റ്റ് 2 weeks നിൽക്കേണ്ടി വരുമല്ലോ. പക്ഷെ പിന്നെ അങ്ങനെ ബാംഗ്ലൂർ പോയി ലൈക്ക് അവൻ തന്നെ എല്ലാ കാര്യങ്ങളും 3 ഭക്ഷണം എല്ലാ കാര്യങ്ങളും അവിടെ എത്തിച്ചേരും. കുറച്ച് കഷ്ടപ്പാടായിരുന്നപ്പോ വെറും കരച്ചിലായിരുന്നു, മുഖത്ത് പാട്. ഇത് കണ്ണാടി പോയി കഷ്ടപ്പെട്ട് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്ത് വരുമായിരുന്നു വന്നത്. എവിടെ നിന്ന് കിട്ടിയെന്നാലും ചിക്കൻ ബോക്സ്? അല്ല, എന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ ബാംഗ്ലൂർ. ആ ഫ്രണ്ട് സർക്കിൾ ഫുൾ കിട്ടി. ചിക്കൻ ബോക്സ് ആണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. 1 month ആയി. എന്തോ? അല്ല 1 month ആയി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിൽ ആരാണ് നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യുന്നു? ആരാ എഡിറ്റ് ചെയ്യുന്നേ? എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നിനക്കാണോ പണ്ടത്തെ സോങ്സ് ഭയങ്കര ഇഷ്ടം? അല്ല, ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ നോർമലി എല്ലാരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സോങ്സ് അങ്ങനത്തെ ആയിരിക്കുമല്ലോ. എല്ലാവർക്കും ആ വൈബ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പണ്ടത്തെ സോങ്സ് ഒക്കെ ഭയങ്കര ഹിറ്റായി വരികയാണല്ലോ. അപ്പൊ ഞാൻ മുന്നേ വീഡിയോസ് ഇട്ടായിരുന്നു. പിന്നെ ഈ കളിയാക്കൽ ഇതൊക്കെ പറഞ്ഞ പോലെ ഞാനൊരു ദിവസം നിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയായിരുന്നു. ഞാനിങ്ങനെ എങ്ങനെയും പ്രൊഫൈൽ കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി കണ്ടിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു കുതിരയുടെ പുറത്തൊക്കെ പോകുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. മുന്നൊക്കെ ഇട്ടായിരുന്നു. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ആകാശുണ്ട്. ഓന് ഫുൾ സപ്പോർട്ടാ. ഓനായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ടിക്ടോക്ക് ഒക്കെ ഇറങ്ങിയ ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ ഓനായിരുന്നു ഫുൾ സപ്പോർട്ട്. പിന്നെ ഞാൻ നിർത്തി. ഈ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുമ്പോ ഊക്ക് വാങ്ങാൻ പറയുമ്പോ ഒരു ഇതല്ലേ, പിന്നെ നിർത്തി. പിന്നെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇട്ട് ഫസ്റ്റ് വീഡിയോ നല്ല റീച്ച് ചെയ്യും. പക്ഷെ അതിൽ നമുക്ക് നല്ല ഊക്കായിരുന്നു, പൂക്കി ആണ് തരുന്നത്. എല്ലാരും പറഞ്ഞ് എന്താ പറയാ, ബാറ്റ്മാൻ ചത്ത് പൂക്കി പോണായിരുന്നു. ഇഷ്ടപ്പെട്ട് ആ സോഷ്യൽ മീഡിയ ലൈഫ് കൊണ്ട് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയ ലൈഫും? പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാര് ആണോ? എന്താ പറയുന്നവര്? വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറയും. ഇഷ്ടമാണ്. ഞങ്ങള് ബാംഗ്ലൂർ ആകുമ്പോ ഞങ്ങള് നൈറ്റ് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കുക്ക് ചെയ്യാൻ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ പെട്ടെന്നൊരു താത്ത ഓടിയാണ്. ഞാൻ ഒരു ചിന്ന അടിക്കാം. ഞാൻ കുറെ നേരത്തെ അറിയണ്ടേ എന്തെടുക്കണെന്നറിയില്ല. മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഓടി വരിട്ടാ. ഞാൻ മാറുന്നു അമ്മന്നല്ലേ ചേച്ചി ആ വീഡിയോസ് ഒക്കെ കാണാൻ. തൊട്ടപ്പുറം ചെക്കന്മാരൊക്കെ ഉണ്ട്. ഓര് നോക്കി ചിരിക്കൊക്കെ ചിരി വരിക, നോക്കി ചിരിക്കാറ്റ കളിയാക്കണ പോലെ പോലെ. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോ നല്ല രസാ. പിന്നെ പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ പറയാൻ നാട്ടിലിറങ്ങുമ്പോ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ കിട്ടാത്തൊരു സംഭവം കിട്ടുമ്പോ ഒരു ഇതുവരെ ഇല്ലാത്ത എക്സ്പീരിയൻസ് ആണല്ലോ. എത്ര നാളായി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ 1 month ആയിട്ടുള്ളൂ. 1 month ആയിട്ടുള്ളൂ അല്ലേ? ഓ, നല്ല ഗ്രോത്ത് ഉണ്ടല്ലേ. ഞാൻ മിക്കപ്പോഴും കാണലുണ്ട് നിങ്ങളുടെ ഫീൽഡിൽ ഇങ്ങനെ നോക്കുമ്പോ നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ കാണലുണ്ട്. 1 month ആയിട്ടുള്ളൂ. റീച്ച് ആവാൻ തുടങ്ങിയെന്നുണ്ടപ്പോ പിന്നെ ഒരു ഇതായി ഇൻട്രസ്റ്റ് ആയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് അറിയോ? നാജു കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇല്ലേ? എന്തുണ്ടാക്കി? നെയ്ച്ചോറോ? നെയ്ച്ചോറും ചിക്കൻ. നാജു ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഫുഡ് എന്താ? അടിപൊളിയായിട്ട് മാഗി ഉണ്ടാവും. മാഗിയോ? ഓന്റെ വെറൈറ്റി ഞാൻ ഉണ്ടാക്കിയാലും കഴിക്കില്ല. പക്ഷെ ഓനക്ക് തന്നെ ഒരു ഇതുണ്ട്, ലൈക്ക് വേറെ തന്നെ ഒരു ഐഡിയ ഉണ്ട് ഏതാക്കുന്നതിന്.
ഓൻ അതേ കഴിക്കുള്ളൂ, ഞാൻ ആക്കിയ കഴിക്കൂല. ആണോ? എനിക്ക് എന്റെ ഒരു ടേസ്റ്റില് അത് ഇവർക്കും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ തന്നെ അവനെ കുക്ക് ചെയ്യോ? കുക്കിംഗ് ഒന്നുമില്ല, ക്ലീനിങ് ചെയ്യും. ക്ലീൻ ചെയ്യും. ഇവരൊക്കെ കുക്ക് ചെയ്യും, അതൊക്കെ ക്ലീൻ ചെയ്യാനും. ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമ്മളപ്പം, അപ്പൊ എന്തായാലും കിച്ചൺ ഭയങ്കര അലമ്പാവും. അപ്പൊ നമ്മള് PG ആണോ? അല്ലല്ല. ആ. അപ്പൊ നമ്മള് എന്താ പറയാ കൊളായി കഴിഞ്ഞാൽ നമ്മള് വന്ന് ക്ലീൻ ചെയ്യും. ക്ലീനിങ്ങിന് ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ കുക്കിംഗ് വായിലേക്കാൻ കൊള്ളൂല എന്നൊക്കെ. പക്ഷെ ഇവര് ബോയ്സ് അങ്ങനെ കുക്ക് ചെയ്യും. കുക്ക് ചെയ്യും. പിന്നെ നമുക്ക് പണിയിട്ട്. അതെ അതെ. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ലൈക്ക് നമ്മൾ നേരിട്ട് അങ്ങനെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ സെറ്റ് ആയതാണ്. പക്ഷെ ഒരു ചെറിയൊരു ടാസ്ക് തരാണ്, ലൈവായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യണം. ഞാനോ? പിന്നെ ഞാനോ? ഞാനല്ലല്ലോ ഫസ്റ്റ് ഇതാക്കിയത്. പ്രപ്പോസ് ചെയ്യും. രണ്ട് പേരും പ്രപ്പോസ് ചെയ്യണം. ആരെ പ്രപ്പോസൽ ഏറ്റവും നല്ലത് നോക്കണം. ശീലല്ല, അതാണ് പ്രശ്നം. ഫസ്റ്റ് റിലേഷൻ ആണോ? അല്ലല്ലോ, ഇതിനെ കണ്ടറിയാം. കുട്ടിയുടെ കണ്ണുകൾ എന്ന് പറയുന്നത് തുടങ്ങിക്കോ. അതൊക്കെ മുന്നേ, കുറച്ച് മുന്നേ. ഓ, നിങ്ങൾ പൂക്കീസിന് വേറെ ആണോ? പൂക്കീസ് പറയല്ലേ, പൂക്കീസ് വെറുതെ റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ, അങ്ങനെയാണ്. ഇവിടെ അതേപോലെ തലയിൽ വെച്ച പോലെ സാധനത്തിൽ ഉണ്ടാവും എന്റെ, അതേപോലെ പൂക്കി കൂടെ ഇട്ട് സ്റ്റിക്കറും ഉണ്ടാവും. ഹായ് മഞ്ഞ. ഇതിന് നല്ലത് നിന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞ സാധനമായിരുന്നു. ചടപ്പായാലും ഒരു തുടക്കം സ്റ്റാർട്ടിങ്. ഹായ് അമ്മ, അങ്ങനെ തുടങ്ങിക്കോ. എന്ത് പറയാ, നീ അവളോ അഴക്, ഇവളോ അവളോ അഴക്, പാത്രക്ക മാട്ടേനെ. will you be my girlfriend? ഞാൻ എന്നെ കോളേജിൽ നിന്ന് കണ്ടിട്ടുണ്ട്, എനിക്ക് എന്നെ കണ്ടപ്പോ ലൈക്കായി. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടം എന്നോട് പറയണേ. എടാ നീ തല്ലാൻ പോവാണോ? ഇതെന്തത് റൊമാൻസ് വരട്ടെ? തല്ലാൻ വേണ്ടി കോളേജിൽ കണ്ടപ്പോ എനിക്ക് എന്നെ കണ്ടപ്പോ ഇഷ്ടായി. പിന്നെ എന്താ വെച്ചാ ആലോചിച്ച് പറ. പിന്നെ എന്റെ സ്വഭാവം, എന്റെ ക്യാരക്ടർ, ഇതൊക്കെ എനിക്ക് ഇഷ്ടായി. കണ്ണ്, കണ്ണ്, മുടി, ചിരി, പിന്നെ സ്വഭാവം, പിന്നെ ഇഷ്ടപ്പെട്ട്. എന്താ വെച്ചാ എനിക്ക് റിപ്ലൈ പറയാം. റിപ്ലൈ പറ. ഗുഡ് ഗുഡ്, റിപ്ലൈ പറ. എനിക്കും ഇഷ്ടമാണ്, കല്യാണം. നിങ്ങൾ ആരാണ് കുറച്ച് ഷൈ ആയിട്ടുള്ളത്? അമ്മന്നെയാണോ? പക്ഷെ വീഡിയോസ് കാണുമ്പോ നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുക. അങ്ങനെയല്ല, നാജു ഷൈ ആന്നല്ല, എന്നാലും അമ്മനെ ഷൈ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഷൈയാണ്. എനിക്ക് സ്റ്റാർട്ടിങ്ങില് ചെറിയൊരു ഇതുണ്ടാവുള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രബിൾ. സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്ന് കമ്പനിയായി വന്നതിനാ പിന്നെ ഓക്കെയാണ്. അമ്മന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഫാമിലിനെ മീറ്റ് ചെയ്യാൻ, നാജുന്റെ ഫാമിലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോണെന്ന്. പോയോ? ശരിക്കും പോയിട്ടില്ല. ഓ, കണ്ടന്റ്. ഓക്കെ, അപ്പം നമ്മളിപ്പോ ഓരോ വീഡിയോസ് ചെയ്യണതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ലൈക്ക് ഇവരുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്യണില്ലേ? അപ്പൊ അങ്ങനെ ലൈക്ക് ഇൻസ്പയർ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളെ ഒരു ഇതിൽ ഇഷ്ടം ഒരു ട്രാക്കിലാണ്ട് പോവാണ്. അല്ല, ഇപ്പൊ നമ്മൾ പൊതുവെ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പബ്ലിക് ആക്കുമ്പോ നസർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ഒക്കെ അങ്ങനെ ആയി പോയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇങ്ങനെ വരുമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്തകളൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇട്ട് തുടങ്ങിയപ്പോ പറഞ്ഞു എനിക്ക് വയ്യാണ്ടായി, പിന്നെ ഓൾക്കും ഇതേപോലെ ചിക്കൻ ബോക്സ് വന്നു. അപ്പൊ വീട്ടിൽ പറയുമ്പോ ഉമ്മ നല്ല സപ്പോർട്ടാ, ഉമ്മയിലും ഇപ്പയിലും അവരൊന്നും പറഞ്ഞ നല്ല സപ്പോർട്ടാ. അപ്പൊ ഉമ്മ അങ്ങനെ മറ്റേ ഉപ്പും മുളകൊക്കെ ഒഴിച്ചിട്ട് കണ്ണ് തട്ടിയത് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടും. പിന്നെ അവൾക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോ ഫേസ് ഒക്കെ പള്ളിയിൽ ഇതാക്കി അങ്ങനെ. അപ്പൊ ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു ചിലപ്പോ കണ്ണൂര് കിട്ടിയതാവും, അങ്ങനെ പറഞ്ഞു. അല്ല ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഒരു മസാലായിട്ടുള്ള സമയം. അപ്പൊ നിങ്ങള് കോളേജിലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നിങ്ങളുടെ റിലേഷൻ. ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയാറ്? ടീച്ചേഴ്സ് ഒന്നും പറയാറില്ല, അവർക്ക് കോളേജിൽ വീഡിയോ എടുത്ത് കൊടുത്താൽ മതി. അതെ, എന്താ പറയുന്നത്? എല്ലാ ലൈക് കോളേജിന്റെ വീഡിയോസ് നോർമലി നമ്മളിപ്പോ 2-3 വീഡിയോസ് കോളേജ് ഇട്ടിട്ടിന് ഒക്കെ 1 മില്യൺ ആയിരുന്നു.
കോളേജിന്റെ പ്രൊമോഷൻ അല്ലേ? കോളേജിന്റെ സൈഡിൽ നിന്നും സപ്പോർട്ടാണ്. അല്ല, ഇപ്പൊ നിങ്ങളിപ്പോ വീഡിയോസ് ഇപ്പൊ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പ്രൊമോഷൻസ്, കൊളാബറേഷൻസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അപ്രോച്ച് ചെയ്യുമല്ലോ. അപ്പം ലൈക്ക് നമ്മളിപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മളിപ്പോ നോർമലി ഇപ്പൊ പെയ്ഡാന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ്, ലൈക്ക് വേറെ ഇൻഫ്ലുവൻസേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് നമ്മളോട് പറയാം മെയിൻ ആയിട്ട്, ലൈക്ക് അവർ ഇത്രേ വാങ്ങുന്നുള്ളൂ, പിന്നെ നിങ്ങൾക്ക് എന്താ സംഭവം. നമുക്കെല്ലാം റീച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്കൊരു എഡ്യൂക്കേഷന്റെ ടീം മെസ്സേജ് ചെയ്യും. അപ്പൊ ഓരോടി നമ്മളൊരു 5K എത്ര റേറ്റ് പറഞ്ഞു. ആ ടൈം നമുക്കൊരു 3K ഉള്ളൂ, പക്ഷേ റീച്ച് ഭയങ്കര ഒരു പറഞ്ഞു നിങ്ങൾക്ക് 10K പോലും ഇല്ല ഫോളോവേഴ്സ് ഇല്ല, പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇത്ര പൈസ തരുന്നേന്ന്. പിന്നെ പറഞ്ഞു ഇന്ന വേണ്ട, അങ്ങനെ ഒഴിവാക്കി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ലൈക് വേഗം തന്നെ ഇപ്പം ലൈക് 10K വെച്ച് കേറി. അപ്പൊ നമ്മള് മാംഗ്ലൂർ ആയിരുന്നു, വേറൊരു കോളേജിന്റെ വീട്ടിൽ എടുക്കാൻ പോയിരിക്കുന്നു. അപ്പൊ അവർക്ക് എന്റെ ഒപ്പം ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഭയങ്കര ടച്ച് ചെയ്ത്, ഇതുപോലെ ഭയങ്കര ടച്ച് ചെയ്ത്. പിന്നെ അവർ ഫുൾ സപ്പോർട്ട്, എവിടേക്കായാലും വരാ. ഒരു വീഡിയോയിൽ വരില്ലെങ്കിലും നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു നല്ല സപ്പോർട്ട് ആയിരുന്നു. നമുക്കൊരു 10K 15K ഒരു സർപ്രൈസ് ഉദ്ദേശിച്ചു. പക്ഷെ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞു, എടാ പിന്നെ ഹംദ പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, ഓൻ വിളിച്ചിട്ട് പറഞ്ഞു എടാ കേക്ക് മേടിക്കുന്നിട്ടാ. രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞു കേക്ക്, പിന്നെ വൈകുന്നേരം കേക്ക് മേടിക്കുന്നില്ല വെറുതെ പറഞ്ഞാന്ന്. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ഇവരെ കളിയാണപ്പോ മനസ്സിലായി. എന്നിട്ട് ഞങ്ങളെടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു ഫാരിക്ക് അറിയുന്നുണ്ട് പറഞ്ഞു, റൂമിൽ അറിയും. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു, ഒറ്റയ്ക്ക് ഇവര് പൊട്ടിക്കലേ ഇനി എനിക്ക് മനസ്സിലായി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക. ബാക്കി ആരും പോകുന്നില്ല, ഇവര് പറയാ ഫാരിക്ക് അറിയുന്നുണ്ട് പോയി നോക്ക്. ഞാനിത് നിങ്ങളൊക്കെ ഇല്ലേ നോക്കാനേ, ഫസ്റ്റ് നിങ്ങൾ പോകുന്ന പറഞ്ഞു. ഇവര് പോകുന്നില്ല, ഇവര് അവിടെ തന്നെ നിക്കാം. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഇവൻ പോയി ഫസ്റ്റിനെ കേറി, അപ്പൊ തന്നെ അത് പൊട്ടിച്ചു. അപ്പൊ നിങ്ങളിപ്പം 6 മാസമായല്ലോ റിലേഷൻ ആയിട്ട്. അപ്പൊ നിങ്ങൾ കമ്മിറ്റഡ് ആയതിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ആയത് ആർക്കായിരിക്കും? അതെന്താ? ഫുൾ ടൈം അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ആ ഒരു ഇതിൽ നടക്കുന്നത്. ലൈക് കമ്മിറ്റഡ് ആയതിനു ശേഷം കൂടുതൽ എന്റെ ഒപ്പരാണ്. അല്ല ഇപ്പൊ ഞാൻ എവിടേക്കോളും എന്റെ ഒപ്പം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഞാൻ എവിടേക്കോളും ഒരു 3 ആളുണ്ടോ, ഞങ്ങൾ 3 ആളായിട്ട് പോവാ. ഒരാളും കൂടി വന്നപ്പോ അതിൽ ഒരുത്തണ്ട്, സിനാ പറഞ്ഞ ഒരുത്തണ്ട്, ഒരെപ്പോഴും പറയും ഇവള് വന്നതിന് ശേഷം അടിച്ചു മാറിയത്. അങ്ങനെ ഒരു പക്ഷെ ഒന്നും ഉള്ളി വെച്ചിട്ടല്ല, ബാംഗ്ലൂർ എങ്ങനെയുണ്ട്? ബാംഗ്ലൂർ ലൈഫും ഭയങ്കര എക്സ്പെൻസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ ബാംഗ്ലൂര്? വളരെയധികം എക്സ്പെൻസ്. അതും കമ്മിറ്റഡും കൂടെ പിന്നെ പറയണ്ടല്ലോ. ഫുഡ് കഴിക്കാൻ പോയാലോ മെയിൻ ആയിട്ട്. ബാംഗ്ലൂർ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്സ്? നമ്മളവിടെ പോവാറില്ല, മെയിൻ ആയിട്ട് ആ ഭാരതി സിറ്റി. ഒരുപാട് ഫുഡ് സ്പോട്സും അവിടെ കാണാലോ. ഭാരതി സിറ്റി ആ ഏരിയയിലുള്ള സ്ഥലത്തൊക്കെ പോലെ ടൗൺ അങ്ങനത്തെ. ബാംഗ്ലൂര് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ ബാംഗ്ലൂർ അടിപൊളിയാ, പക്ഷെ ബാംഗ്ലൂർ മനസ്സിലാവുള്ളൂ. കൊറേ ബാംഗ്ലൂരിൽ തന്നെ കൊറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ കൊറേ നടക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ലോക്കൽസിന്റെ സൈഡിൽ നിന്നായാലും എല്ലാണ്ടൊക്കെ ആയാലും. പക്ഷെ നല്ല ലോക്കൽസും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പേടിയാ മെയിൻ ആയിട്ട് പുറത്തിറങ്ങാൻ. വെറുതെ ഒരു പ്രശ്നമാക്കണ്ടല്ലോ. പേടി തുടങ്ങി ഞാൻ വന്നതിന് ശേഷം. ഇതല്ലാണ്ട് ഈ ഒരു കാരണം അല്ലാണ്ട് അമന്യ ലൈഫിൽ വന്നതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്? മെയിനായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നിന്ന് മറ്റേ പറയുമ്പോ കോളേജ് റാഗിങ് അങ്ങനെ അടിയാ കാര്യങ്ങൾ, അടി പ്രശ്നങ്ങൾ അങ്ങനെ. ഏറ്റവും വലിയ അടി ഉണ്ടാക്കിയത് എന്തിനായിരിക്കും? ഏറ്റവും വലിയ അടിന്റെ ചെക്കന്മാരൊപ്പം പോയിട്ട് ഓരെന്തെങ്കിലും പ്രശ്നമാവും പോവാ, അടി ഉണ്ടാക്കുക, വരിക, പിന്നെ നടക്കുക, അതൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ വന്നതിന് ശേഷം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പൊതുവെ കൂട്ടത്തിലേ ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ആരും പ്രശ്നങ്ങൾക്കൊന്നും പോലും മടുത്ത്, എല്ലാവർക്കും പ്രശ്നങ്ങളായി മടുത്ത് എല്ലാരും കമ്മിറ്റഡ് ആയി. അപ്പൊ പിന്നെ എല്ലാരും അങ്ങനെ പീസായിട്ട്. അമ്മയ്ക്ക് എന്തായിരിക്കും നാജു ലൈഫിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? മെയിൻ ആയിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് ലൈക് വേറെ ആരും ഒരാളെ കിട്ടി. എപ്പോഴും കുക്കിംഗ് ഒന്നുമില്ല, ഇടക്ക്. പക്ഷെ എന്ത് രസമായിട്ട് കുക്ക് ചെയ്യണതല്ലേ? വീഡിയോ കണ്ടിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നു. അന്നൊക്കെ പ്രാന്തായിക്കണേ. ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാ. ഇവളും വേറെ ഫ്രണ്ട് കൂടി ഇവര് രണ്ടാളും ചെയ്യാനാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ഇരുന്ന് ചെയ്യാ. ആരെ പഠിപ്പിച്ചെന്ന് കുക്കിംഗ് ഒക്കെ? പണ്ടോട്ടെ കുക്ക് ചെയ്യാൻ. പക്ഷെ കാണുമ്പോ ഭയങ്കര പ്രോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇല്ല പിന്നെ വീട്ടില് ഞങ്ങളോടെ പെൺകുട്ടികളില്ല, ഞങ്ങൾ 3 ആൺകുട്ടികളാ. ഉമ്മാനെങ്ങനെ സഹായിക്കും, ഞാനായാലും അനിയനായാലും എല്ലാരും സഹായിക്കും. അങ്ങനെ അപ്പൊ ഞാനൊരു സെഗ്മെന്റിലേക്കാണ്. അല്ല പറഞ്ഞില്ലല്ലോ, മറന്നുപോയി. എന്താണ് നാജു വന്നതിന് ശേഷം എന്തൊക്കെയാണ് ലൈഫിൽ വന്ന ചേഞ്ചസ്? അതെ, ഞാൻ ബാംഗ്ലൂർ ഇപ്പൊ എനിക്കാരും അറിയുന്നുണ്ടായിട്ടില്ല നോർമലി അവിടെ വരുമ്പോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ലൈക് കമ്പനി ആയല്ലോ ഇവനായിട്ട്.
ആ ടൈം പിന്നെ ഇപ്പൊ ഒരുമിച്ചുണ്ടാവും, എല്ലാ കാര്യത്തിനും ഒരുമിച്ചുണ്ടാവും. ഓക്കെ, ഇനി ഇത് തന്നെ കരിയർ ആക്കാനാണോ പ്ലാൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റഡീസും മുന്നോട്ട് പഠിച്ചെന്തെങ്കിലും? ഓക്കെ, പഠിക്കണം. എന്താ ആംബിഷൻ? എന്താവണം എന്നാണ് ആഗ്രഹം? പക്ഷെ പണ്ടേ ലൈക്ക് വീഡിയോസ് ഒക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഇൻഫ്ലുവൻസർ ഒക്കെ ആവണം. പക്ഷെ പെട്ടെന്ന് റീച്ച് ആവും വിചാരിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നാജുവിന്റെ അംബിഷൻ എന്താ? എന്ത് കോഴ്സ്? ഇന്റീരിയർ ഡിസൈനിങ് അല്ലേ പഠിക്കുന്നത്? അല്ല, ഓനും BCA. ഇന്റീരിയർ ഡിസൈനിങ്? ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കണേ, സോറി. രണ്ടാളും BCA ആണല്ലേ? സ്പെഷ്യലൈസേഷൻ ഡിഫറെന്റ്. അപ്പൊ നമ്മളൊരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഈ സെഗ്മെന്റിന്റെ പേരാണ് ഉരുളക്കുപ്പേരി. ഉരുളക്കുപ്പേരി എന്താണെന്നറിയോ? പോടാ, അതല്ല, അതൊരു പഴഞ്ചൊല്ലാണ്. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സിന് നേരെ ഒപ്പോസ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയാൻ വേണ്ടി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രണയം ഒരു വല്ലാത്ത വികാരമാണ്. ഒരിക്കലും അല്ല. തെറ്റിദ്ധാരണ ആര് പറഞ്ഞു? ഞാൻ പറയണേ അല്ല, എന്നാലും ഇപ്പൊ പ്രണയിച്ചവരൊക്കെ പറയുമല്ലോ, ലൈക്ക് ആ ഒരു ടൈം ഭയങ്കര അടിപൊളിയാണ്. സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ പറയുള്ളൂ, കുറച്ചേ പറയില്ല. കുറച്ചേ പറയില്ല. ഒരാഴ്ച ഏറെ കൂടി ഒരു മാസം അങ്ങനെ പറയില്ല. പണ്ടാരം ഒന്നും പോയി കിട്ടിയെങ്കിൽ അല്ല, ചെലോർക്ക് ഇത് കഴിഞ്ഞിട്ടൊന്ന് കാണണേ. ഒരിക്കലും അറിയില്ല. ഓക്കെ, അടുത്തത്, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ലവർക്കായിരിക്കും. അവിടെ വിഷമിച്ചിരുന്നോട്ടെന്ന് വിചാരിക്കും, അത്ര തന്നെ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. അല്ലേ? ആവശ്യമില്ലാത്ത കാര്യത്തിന് ആയിട്ടുണ്ട്. അല്ല, എന്നാലും ഇപ്പൊ ഒരാള് സങ്കടം വന്ന് പറയാണ് എന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ പാർട്ട്ണർക്കായിരിക്കൂലേ? അല്ല, അങ്ങനല്ല. ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോ ആരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാ? ആരുടെ ഷെയർ ചെയ്യില്ല. അതെന്താ? ഞാൻ വായി തുറക്കൂല, മനസ്സിലാക്കണം. ഞാനിങ്ങനെ എന്താ ചോദിച്ചോണ്ട് എടുക്കണം എങ്ങനെയാലും. അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നില്ലേ കിടക്കുന്നു, ഇവൾക്ക് പ്രാന്തില്ല. അല്ല, ഇവള് മുണ്ടില്ല. എന്തിനാ മുണ്ടാതിരിക്കണെന്ന് പോലും അറിയില്ല. പക്ഷെ എന്തായാലും മുണ്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ റോട്ടി കൂടെ ഇറങ്ങി നടക്കും. ഞാൻ പോകാറുണ്ട്. അതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലും അടിയായിട്ട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കണ എന്തിന്റെ പേരിലാണ്? വീഡിയോ എടുക്കാൻ വേണ്ടി. ഒന്നെങ്കിൽ ഇക്ക് മൂടുണ്ടാവും, അപ്പൊ ഓൾക്ക് മൂടുണ്ടാവില്ല. അല്ലെങ്കിൽ ഓൾക്ക് മൂടുണ്ടാവും. രാത്രിയൊക്കെ പറയും ബാബാ വീഡിയോ എടുക്കാലോ, അങ്ങനത്തെ. അപ്പൊ ദേഷ്യം വരും. പിന്നെ ഇപ്പൊ ഓൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് ഇപ്പൊ നടക്കണം. അങ്ങനെയാണ്. എനിക്കാണെങ്കിൽ കുറച്ച് ലേഖ, ഞാൻ കുറച്ച് ലേഖ എന്നുള്ള മൈൻഡാ. ഓൾക്ക് ഇപ്പൊ വേണം വാശി. നിങ്ങൾ ആരാ കൂടുതൽ പങ്ക്ച്വൽ? ആരാ? ആണോ? കണ്ടാ പറയില്ല. ഓക്കെ, അടുത്തത്, ബ്രേക്കപ്പ് താങ്ങാനാകാത്ത ഒരു ഡിപ്രഷൻ. മെഹറിന് എന്തോ തോന്നിയില്ലേ? നീ പറ, നിനക്ക് അല്ല, മെഹറിന് എന്തോ തോന്നിയില്ലേ? എനിക്കോ? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. Shit happens, life goes on. എന്നാലും എപ്പോഴെങ്കിലും മെഹറിന് അങ്ങനെ പലതും തോന്നും, എനിക്കെന്തൊക്കെ തോന്നലുണ്ട്. അങ്ങനെയല്ല, ഇപ്പം ബ്രേക്കപ്പ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഭയങ്കര ഡിപ്രഷനായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ടല്ലോ. ഒരു കാര്യമില്ല. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പക്ഷെ അത് പോയത് എന്തായാലും നന്നായി തോന്നണില്ലേ? അതിന് വലുതൊന്നും വന്നില്ല. അതിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറെ ആൾക്കാർ എന്നോട് പറയുകയും ചെയ്തു. അവര് ബ്രേക്കപ്പ് അതിനേശം പറഞ്ഞേ, അവരൊന്നും മുണ്ടും ചെയ്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവര് പറഞ്ഞില്ല. അതിനേശം അവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഓക്കേ, അടുത്തത്, പ്രണയം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. തലക്കുടിക്കുക, അസ്ഥിക്കായിരിക്കുന്നോ? ഒരിക്കലും അങ്ങനെ തോന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നല്ല പൊലിവാവുക, പിന്നീട് പോയിക്കോളൂ. പിന്നെ ഞാൻ നാട്ടിലൊക്കെ ഫ്രണ്ട്സിനെ പടക്കല്ലേ, തൊണ്ടാരം വിളിക്കല് കുറവാ. പക്ഷെ എന്നാലും വിളിക്കും. 5 മിനിറ്റ് വിളിക്കാം, അല്ലൊരപ്പ കട്ടിയും. വിളിക്കൂല. ഇപ്പൊ ഉറങ്ങണമെന്നില്ലെങ്കിൽ എന്താ വെച്ചിട്ടാ ഇക്കെല്ലാം ഉറക്കം, ഞാൻ എന്തെങ്കിലും അടി ഉണ്ടാക്കും. എന്തായാലും എങ്ങനെയും ഉറങ്ങും.
എനിക്കത് മതി കുറഞ്ഞാ മതി. പിറ്റേന്ന് റെഡി ആവൂല, പിറ്റേന്ന് ഓർമ്മ ഉണ്ടാവൂല. എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾ വഴക്കുണ്ടാക്കുവാണെങ്കിൽ തന്നെ എങ്ങനെ അത് സോൾവ് ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് പോകും. ആണോ? എനിക്ക് വാശിയാണ് വിചാരിച്ചത്. ആ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാല് അങ്ങനെ തന്നെ നടക്കണം. അങ്ങനെയാണ് ഈഗോ. ഈഗോ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ഞാൻ ഇങ്ങനെ പോണം, ഇങ്ങനെ അതാണ് പാവാണി കുച്ച്. പാവത്തിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടാവും കയ്യിലിരിപ്പോണ്ടാവും ചിലപ്പോ. ഓക്കെ, അടുത്തത്. വൺ സൈഡ് ലവ് ഇസ് ഓൾവേസ് പെയിൻഫുൾ. പറഞ്ഞപ്പോ തന്നെ കണ്ണൊക്കെ നിറഞ്ഞ്. അങ്ങനല്ല, പക്ഷേ ഒരു പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടാവല്ലോ. ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. ആളൊരു 3 മാസം മുണ്ടാണ്ട് ഇങ്ങനെ ഉള്ളിൽ വെച്ചടക്കണം, ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ കൂട്ടത്തിൽ തന്നെ. പക്ഷെ ബാക്കി ഫ്രണ്ട്സ് ബാക്കിൽ നടന്നു പറഞ്ഞില്ലേ, അതെല്ലാവർക്കും അറിയായിരുന്നു ആ ടീമില്. പക്ഷെ എനിക്ക് ഇവനോടാണ് ഇഷ്ടം എന്നുള്ള ആ സാധനം ആയിരിക്കും അറിയില്ല. പെട്ടെന്ന് നമ്മള് കമ്മിറ്റഡ് ആയി എന്നൊക്കെ അറിഞ്ഞപ്പോ അവരൊക്കെ ഭയങ്കര ഇതായി. എന്താ പറയായിരുന്നേ, മുന്നേ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിരുന്നോ, അപ്പൊ മറ്റേ പിള്ളേർക്ക് ആ ഒരു ഇത് വിഷമം വരൂലല്ലോ എന്നുള്ള രീതിയിലൊക്കെ. നിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവര് ഓക്കേ. അപ്പൊ നിങ്ങൾ സെറ്റ് ആയെന്ന് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? കൂടെ നടന്നിട്ട് സെറ്റ് ആക്കി. ഞാൻ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, അങ്ങനെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലായിരുന്നു. ഒരു സീനൊന്നും ഇല്ലേ, നോക്കിക്കോ. ദ മോസ്റ്റ് വിയർഡ് തിങ്സ് എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. അപ്പം ഇതിനകത്ത് ഞാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ പാർട്ട്ണറിനാണെങ്കിൽ ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡ്. പാലും മീൻകറിയോ? പാലും മീൻകറി കഴിക്കോ? ഓക്കെ, നാജിന്റെ. ഫുഡൊന്നും ഇല്ലാത്ത ടൈം റൈസ് ഇല്ലാക്കാം, കപ്പ അതില് ഷുഗർ ഒക്കെ ഇട്ട് കഴിക്കും. ഷുഗറോ? ഓക്കെ, അടുത്തത് കോസ്റ്റ്യൂം കോളേജിലേക്ക് കുളിക്കോലും ചെയ്യാണ്ട് ഒരു ഉഡീസ് ഇട്ട് വരുന്നതാടാ. ഫസ്റ്റ് ഞാൻ അങ്ങനെ മറ്റേ കോളേജിൽ പോയാ, ഞാൻ തലേ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ പിറ്റേ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ഇട്ട ഡ്രസ് അതേപോലെ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കോളേജിൽ വന്നിക്കുക, 8:30 ക്ലാസ് തുടങ്ങും. ലുങ്കി ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കും. ഏതാണെന്നൊക്കെ. മോസ്റ്റ് വിയർഡ് തിങ്സില് തേർഡ് ക്വസ്റ്റ്യൻ, വിയർഡ് ഹാബിറ്റ്. ഫസ്റ്റ് ആരോ പറയണ്ടേ? നാജു പറഞ്ഞോ. അമന്യന്റെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, നാജുന്റെ വിയർഡ് ഹാബിറ്റ് എന്താ? നഖം വളർത്തും. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ ഇങ്ങനെയൊക്കെ? ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ. അത് വീട്ടിലായാലും മമ്മക്ക് സീനാ, നല്ല ഓർത്തഡോക്സ് ആയിട്ട് മമ്മ നല്ല സീനാ, കണ്ണപ്പ വെട്ടിക്കും. ഓക്കെ, അടുത്തത്. വേർഡ് ഹി ഓർ ഷീ യൂസസ് ദ മോസ്റ്റ്. ചാടേ, തുള്ളിക്കോ. ഞാൻ തൃശ്ശൂരല്ലേ, ഇപ്പൊ കണ്ണൂരല്ലേ, നമുക്ക് ഭാഷ ചേരുന്നുണ്ടാവല്ലോ. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇവിടെ തുള്ളിക്കോ, ചാടിക്കോ, എറിഞ്ഞോന്നുള്ളതിന് പറയാ ഇവിടെ തുള്ളിക്കോ. അതൊക്കെ നല്ല ദേഷ്യ, ഇഷ്ടല്ല പറയണേ, അങ്ങനെയൊക്കെ. ഇപ്പൊ കൺഫ്യൂഷൻ അങ്ങനെ മെസ്സേജ് അയക്കുമ്പോ എന്റെ നിന്റെ എന്നൊക്കെ പറയുമ്പോ ലൈക്ക് യു ഓർ മീ അങ്ങനെ ലാസ്റ്റ് അയക്കാം, മനസ്സിലാവില്ല. വീഡിയോ ഐഡിയ ഹി ഓർ ഷീ പ്ലാൻഡ്. വിയർഡ് ഐഡിയ. ഡാൻസ് ലാസ്റ്റ് വൈറലായ ഡാൻസ് ഇല്ലേ, മറ്റേ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഞാനിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര തരുന്നേ, പിന്നെ ഞാൻ വേറെ റെഡി ആക്കി, ഓളെ റെഡി ആക്കിയില്ല. അതുപോലെ എന്തെങ്കിലും ഐഡിയ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം, വിയർഡ് ആയതുകൊണ്ട് ഒഴിവാക്കി അങ്ങനത്തെ എന്തെങ്കിലും? ലാസ്റ്റ് ഡാൻസ് കൂടി ഇട്ടുണ്ടായിരുന്നു നമ്മള്, പ്രാക്ടീസ്. ഇവള് മാത്രം കളിക്കണേ, അതിൽ ഞാനോട് ഉണ്ടായിരുന്നേ, പിന്നെ ഈയിടെ തോന്നിയപ്പോ ഞാൻ നിർത്തി. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു റൂമർ ഒക്കെ കേൾക്കുന്നുണ്ട്, നമ്മുടെ പ്രേമലു 2-ന് നെസ്ലിൻ ബാക്ക് ഔട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ രാജു പോവോ അഭിനയിക്കാൻ, നെസ്ലിന് പകരം ആ ഒരു വേഷം ചെയ്യാൻ? ആഗ്രഹം അഭിനയിക്കണം എന്നുള്ള സൂപ്പർ ഭാവിയും അടിപൊളിയാവും, അതാവുമ്പോ അടിപൊളിയാവും. നിങ്ങൾക്കാണെങ്കിൽ ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മള് സ്റ്റാർട്ടിങ് അല്ലേ, അഭിനയിച്ചിട്ടില്ല. നിങ്ങൾ അഭിനയിക്കാണ് ശരിക്കും, നിങ്ങളെ റീലൊക്കെ കണ്ട സീനാ പറയാലോ, സീനാ. അപ്പൊ അതിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടില്ല, ഫസ്റ്റ് നിങ്ങള് കേറിയിട്ട് നമ്മള് കേറാം, തലയിരിക്കും പോരാട്ടില്ലല്ലോ. രാജുവിന്റെ ക്യാരക്ടറിൽ അമ്മനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ക്വാളിറ്റി എന്തായിരിക്കും? ക്വാളിറ്റി എന്നല്ല, ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്തായിരിക്കും? ഈഗോ.
അമന്യയുടെ ക്യാരക്ടറിന് നാജുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത വാശി. വാശിയോ? ഈ വാശി കാരണമാണ് എനിക്ക് ഈഗോ വരുന്നത്. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ദിനം പ്രതി നിങ്ങളുടെ വീഡിയോസിന്റെ വ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല കണ്ടന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനിയും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.